മിശിഹായുടെ അവയവങ്ങളും സുവിശേഷത്തിൻ്റെ പ്രഘോഷകരമായ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ എളിയ കലാരൂപത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ സൺഡേ സ്കൂൾ കലോത്സവത്തിൽ രൂപതാതലത്തിൽ പ്രസംഗത്തിനും പാട്ടിനും മാത്രമല്ല ബൈബിൾ ക്വിസിനും ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ ഇടവകയുടെ അഭിമാനമായ അലൻ ജോസ് ഫ്രാൻസിക്ക് നമ്മുടെ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇടവകയുടെ ഒരു ചെറിയ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അലനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത് അലന്റെ കഥയാണ്. സൺഡേ സ്കൂളും മിഷൻ ലീഗുമൊക്കെ കടന്നു ചെന്ന അലൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥ. ഇതിൻ്റെ ദൃശ്യങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തിയേക്കാം. അത് തികച്ചും യാദൃശ്ചികമാണ്. സ്നേഹപൂർവം ആരംഭിക്കുന്നു മൺപാത്രത്തിലെ നിധി. മോനെ അലൻ, നീ പോകാൻ റെഡിയായോ? ദേ കാപ്പി. ഞാൻ എപ്പോഴാ റെഡിയായി. പപ്പ എവിടെ? എന്തോ വാങ്ങിക്കാൻ പുറത്തു പോയതാ. ഇനി എന്തേലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞതല്ലേ. മോനെ അലൻ, പപ്പയ്ക്കും മമ്മിക്കും നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. ഹോസ്റ്റലിൽ നിന്നെ വിടാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ദൂരെയാണേലും വലിയ കോളേജിലൊക്കെ പഠിച്ചാ നിന്റെ ഭാവി നന്നാവുമെന്ന് ഓർത്തിട്ടാ. അവിടെ അടുത്തെങ്ങാനും വല്ല പള്ളിയും കാണുമോ? എവിടെയും തപ്പിപ്പിടിച്ച് എന്റെ മോൻ ഞായറാഴ്ച മുടങ്ങാതെ പള്ളി പോണം കേട്ടോ. അത് പിന്നെ പോകാതിരിക്കുക മമ്മി, അതൊക്കെ എന്റെ ശീലമല്ലേ. ഇതാ, ഇതും കൂടി വെച്ചോ. പപ്പ, ഇങ്ങനത്തെ സൂട്ട് കേസ് ഒന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചോളാന്ന്. എന്നാ വേണ്ട, അവിടെ വെച്ചാറേ, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. നിങ്ങളുടെ ഒന്നും ട്രെൻഡിനെ പറ്റിയ ആൾക്കാരല്ലല്ലോ ഞങ്ങളൊന്നും. നീ എന്തിനാ പപ്പയോട് വേണ്ടെന്ന് പറഞ്ഞത്? വാങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒതുക്കി വച്ചാ പോരായിരുന്നോ? സാരമില്ല, മോൻ പോയിട്ട് വാ. പിന്നെ കുരുത്തം കെട്ട കൂട്ടുകെട്ടിലൊന്നും പോയി പെട്ടേക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. അവൻ റെഡിയായില്ലേ ഇതുവരെ? അവൻ ഇപ്പൊ വരൂന്നേ. പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? 16 വർഷം കൂടെ വളർത്തിയിട്ട് നാളെ മുതൽ നമ്മൾ ഒറ്റയ്ക്കാകുന്നത് ഓർക്കുമ്പോ മനസ്സിൽ എന്തോ പോലെ. എനിക്കറിയാം ഇച്ചായ, പറക്കം മുറ്റാറാകുമ്പോ നമ്മൾ കൊത്തിപ്പിരിച്ചല്ലേ പറ്റൂ. കൊടുക്കാവുന്നതൊക്കെ കൊടുത്തല്ലേ നമ്മൾ അവനെ വളർത്തിയത്. എനിക്കുറപ്പാ നമ്മുടെ മോൻ നന്നായി വരും. ലോകമറിയുന്നൊരു ഡോക്ടറായി അവൻ തിരിച്ചു വരും. മമ്മി, എന്നാ ഞാൻ പോയിട്ട് വരാം. പപ്പ, നമുക്കിറങ്ങാം, ട്രെയിന് സമയമായി. പ്രതീക്ഷകളുടെ പുതിയ ലോകത്തേക്ക് ഇന്ന് അലൻ ചുവട് വയ്ക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളുമായി. പക്ഷേ 6 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കോളേജിൽ. ഇതെന്നാ പറ്റിയതാടാ? ഒന്നുമില്ലടാ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എടാ, നമുക്ക് കാഷ്വാലിറ്റി പോകാം. വേണ്ടടാ, അവിടെ പോയാൽ പ്രശ്നമാവും. എടാ, എന്നെ നടന്നെന്ന് പറ. എടാ, നീ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ അലമാര വന്നിട്ട് അതിനകത്തിരിക്കുന്ന പെയിൻ കില്ലർ അങ്ങ് എടുത്തേ. എടാ, ഇതെന്താടാ ഈ സിറിഞ്ചുകളും ഡ്രഗ്സും ഒക്കെ ഇവിടെ? നീ എന്തിനാ ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? എടാ, പറയാം, നീ വേഗം ഒന്ന് ഇഞ്ചെക്ട് ചെയ്യ്. എടാ, എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? നീ എന്തിനാ ഈ മരുന്നൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നത്? എടാ, നീ ഇത്ര ശുദ്ധനായി പോയല്ലോ. എടാ, നീ പബ്ബിൽ പോയിട്ടുണ്ടോ? 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹൈ ക്ലാസ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? സമൂഹത്തിലെ ഹൈ ലെവൽ ആളുകളുടെ കൂടെ ഇരുന്ന് അവർ കഴിക്കുന്ന ബ്രാൻഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിന് നിൻ്റെ ഈ പൈസ ഇല്ലാഞ്ഞിട്ടാ. എന്നാലേ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നിൻ്റെ പേരൻസിനെ പോലെ തന്നെ എൻ്റെയും.
പിന്നെ എനിക്ക് ഈ പൈസ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഇരിക്കുന്ന മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയ നമുക്ക് മാത്രം കിട്ടുന്നതാണ്. വെറും 50-60 രൂപയ്ക്ക്. ഇത് പുറത്തു കൊടുത്താലുണ്ടല്ലോ, ആയിരങ്ങൾ തന്ന് വാങ്ങിക്കാൻ പിള്ളേർ ക്യൂ നിൽക്കുക. കാരണം ഇതൊക്കെ മയക്കുമരുന്ന, നല്ല A ക്ലാസ് ഡ്രഗ്സ്. ജാഫർ, നീ എന്ത് അബദ്ധമായി കാണിക്കുന്നത്? എടാ, ജീവിതം ഒന്നേ ഉള്ളടാ, അത് ആസ്വദിക്കാനുള്ളതാ, അല്ലാതെ ഈ വയസ്സാങ്കാലത്തിരുന്ന് വെള്ളം ഇറങ്ങാനുള്ളതല്ല. സെലിബ്രേറ്റ് ദിസ് ലൈഫ്. ഇതിൻ്റെയൊക്കെ സുഖം നീ ഒരിക്കലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നീ പറക്കും മോനെ. Just try this, man. Just try. Just celebrate this life. Come on, man. Just celebrate. Come on. ഹലോ മോനെ, മമ്മിയാ. മോൻ എന്നാ എടുക്കുവാ? നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. പപ്പായ്ക്ക് ഇന്നലെ ഒരു ചെറിയ ചങ്കിന് വേദന. ഹോസ്പിറ്റലിൽ പോയി. കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. നീ എന്നാ മോനെ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മമ്മി, ഞാനിവിടെ കൂട്ടുകാരോട് സംസാരിക്കുമായിരുന്നു. നീ പോയേ പിന്നെ പപ്പ എന്നും പറയും നമ്മുടെ മോന് വേണ്ടി ഒരു കൊന്ത കൂടി നമുക്ക് കൂടുതൽ ചൊല്ലണമെന്ന്. മോനെ, നീ പള്ളിയിലൊക്കെ ഞായറാഴ്ച പോകുന്നുണ്ടല്ലോ അല്ലേ? അത് പിന്നെ പോകുന്നുണ്ട് മമ്മി, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. എന്നാ ശരി മോനെ, തിരക്കാണെങ്കിൽ പഠിച്ചു. മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ഡ്രഗാണ് വേണ്ടത്? ഞാൻ തരാം, എത്ര വേണമെങ്കിലും. ആലോചിച്ചിട്ട് തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഭ്രമം നിറഞ്ഞ ലോകത്തിൻ്റെ ചെകുത്താൻ അവനെ കീഴടക്കിയത് അലൻ അറിഞ്ഞില്ല. മുടക്കിക്കളഞ്ഞ കുർബാനകളും കുമ്പസാരവും അവൻ്റെ ജീവിതത്തിലെ സംരക്ഷണത്തിൻ്റെ കോട്ട തകരാൻ കാരണമായി. അവൻ പോലും അതറിഞ്ഞില്ല എന്നതാണ് സത്യം. അതേസമയം അലൻ്റെ വീട്ടിൽ മറ്റെന്തൊക്കെയോ സംഭവിക്കുകയായിരുന്നു. കുറച്ചു സമയം ഇവിടെ ഇരിക്കെ, ഞാൻ അല്പം അത്താഴം എടുത്തിട്ട് വരാം. മോളെ, അവൻ വിളിച്ചായിരുന്നോ? തിരക്കാണെന്ന് തോന്നുന്നു. 2-3 ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനോട് എൻ്റെ കാര്യം പറയണ്ട, അവൻ പഠിച്ചോട്ടെ. ഇതൊക്കെ അറിഞ്ഞാ അവന് പഠനത്തിൽ ശ്രദ്ധ തെറ്റിയാലോ? ഇച്ഛായ, എനിക്ക് എന്തോ ഒരു വല്ലായിക തോന്നുന്നു. അവൻ എന്തോ സംഭവിച്ചതുപോലെ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു സ്വപ്നം. നീ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്നുകൊണ്ടാ. എൻ്റെ മോൻ തിരിച്ചു വന്നിട്ട് വേണം ഈ മലമുകളിൽ ഒരു ഹോസ്പിറ്റൽ പണിയാൻ, എല്ലാവർക്കും വേണ്ടി. അതുവരെ കർത്താവിനിക്ക് ആയുസ് തരണേ എന്ന് മാത്രമാ എൻ്റെ പ്രാർത്ഥന. മോളി, അതാരാന്നൊന്ന് നോക്കിക്കേ. ആരാ? എവിടുന്നാ? ഞാൻ CI മാത്യൂസ് തരകൻ. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. നിങ്ങളുടെ മകനല്ലേ ഈ അലൻ ജോസ് ഫ്രാൻസി? അതെ സാർ. എന്താ, എന്തെങ്കിലും കുഴപ്പം? നിങ്ങളുടെ മകൻ എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്? എന്ത് ബിസിനസ്? നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെന്നറിയാനാണ് ഞാൻ വന്നത്. സാർ, തെളിച്ചു പറയൂ, എന്താണ് സംഭവിച്ചത്? അവന്റെ അപ്പനാണ് ഞാൻ. എന്നാൽ കാര്യം ഞാനങ്ങ് പറയാം. നിങ്ങളുടെ മകൻ മഹാരാഷ്ട്രയിലെ ഒരു മുഖ്യ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന്റെ ഏജന്റാണ്. ഇല്ല സാർ, അവനവിടെ കോളേജിൽ പഠിക്കുക. ഡോക്ടർ ആവാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക ഞങ്ങള്. എന്നാൽ കേട്ടോ, അവനെ ആ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്തിനാണെന്നോ? മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവൻ ആ കോളേജിൽ അക്രമം കാണിച്ചതിന്. എന്റെ കർത്താവ് മിശിഹായെ, ഞാൻ എന്തായി കേൾക്കുന്നത്? സാറേ, നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? നിങ്ങൾക്ക് ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഇതല്ലേ നിങ്ങളുടെ മകൻ അലൻ? ആള് മാറിപ്പോകാൻ കേരള പോലീസ് വെറും ബഫൂൺസ് ആണെന്ന് വിചാരിച്ചോ? എന്റെ ഇച്ഛായ, നമ്മളിതെങ്ങനെ സഹിക്കും? പള്ളിയും പ്രാർത്ഥനയും കൊണ്ട് നടന്ന കുഞ്ഞാവൻ. എന്നിട്ടിപ്പോ മക്കളെ ഏതെങ്കിലും നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട്
അവർ തന്നെ എല്ലാം ചെയ്തുകൊള്ളുമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ തെറ്റ്. ഇനി കരഞ്ഞിട്ടെന്ത് കാര്യം? ജീവിതകാലത്ത് ഒരിക്കലും ഇനി അവൻ പുറത്തു വരില്ല. വീണ്ടും വിചാരമില്ലാതെ പണത്തിനു വേണ്ടി ജന്മം തുലച്ചു കളയുന്ന വിഡ്ഢികൾ. ഞാൻ ഇറങ്ങുന്നു. അവനിവിടെ വന്നാൽ പോലീസിൽ വന്ന് സറണ്ടർ ആകാൻ പറയണം. ഇല്ലെങ്കിൽ ജീവിതകാലത്തൊരിക്കലും നിങ്ങൾക്കവനെ കാണാൻ പോലും കിട്ടില്ല. ഇച്ചായ, നമ്മുടെ മോൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? 16 വർഷം അവൻ ഈശോയെ കൊടുത്തിട്ടും അവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്കറിയില്ല മോളി. പക്ഷേ ഒന്നെനിക്കറിയാം, അവനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് മാത്രമേ കഴിയൂ. മോളിക്കുട്ടി, ഇനി എനിക്ക് മരുന്ന് വേണ്ട. എൻ്റെ ഈ വേദന, എൻ്റെ ഈ സഹനം, എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇനി അങ്ങ് സഹിക്കാൻ പോവുക. കുരിശിൽ കിടന്ന കർത്താവിന്റെ ഒപ്പം ഞാൻ ഇനി അതങ്ങ് സഹിച്ചോളാം. എന്റെ ഉയിര് പോയാലും വേണ്ടില്ല, എന്റെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്റെ ഈശോയെ. അച്ഛാ, അച്ഛൻ പറ, ചങ്കുപറിച്ച് ഞങ്ങൾ സ്നേഹിച്ചിട്ടും ഞങ്ങളുടെ മോനെന്താ ഇങ്ങനായിപ്പോയത്? അവനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് പഠിപ്പിച്ചു. പക്ഷേ കാണാപ്പാഠം പഠിച്ചതൊക്കെ അവന്റെ ആത്മാവിൽ പതിഞ്ഞോ എന്ന് പരിശോധിക്കാൻ നമ്മൾ മറന്നുപോയി. അല്ലേ തോമച്ചായ? സാരമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. നമുക്കൊരുമിച്ച് അവനു വേണ്ടി പ്രാർത്ഥിക്കാം. പപ്പ, അലൻ മോനെ, നീ? പപ്പ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പപ്പ എന്നോട് ക്ഷമിക്കണം. മോനെ, നീ തിരിച്ചു വന്നു അല്ലേ? മതി, അപ്പന് സന്തോഷമായി. നീ പോലീസിൽ പോയി കീഴടങ്ങണം. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. തിരിച്ചെന്നെങ്കിലും ഈ വീട്ടിലേക്ക് നീ കാലുകുത്തുന്നുണ്ടെങ്കിൽ കൂടെ നിന്റെ കർത്താവ് ഉണ്ടാകണം കേട്ടോ. മോനെ, ജീവിതം ആസ്വദിക്കാനുള്ളതാ. പക്ഷേ അത് നിന്റെ വിശ്വാസത്തിന്റെ ചിറകരിഞ്ഞിട്ടാവരുത്. കാരണം ആ നിധി മൺപാത്രങ്ങളിലാ നമുക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത്. ഉടയാതെ അത് കാക്കാനാ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് മക്കളെ. ഈ ദൃശ്യാവതരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ബലിപീഠത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും അകന്നാൽ തിന്മയുടെ വലയിൽ വീഴും. ഇന്ന് ആ വല വരിച്ചിരിക്കുന്നത് ലഹരിയുടെ രൂപത്തിലാണ്. വിശ്വാസത്തിന്റെ പടച്ചട്ട ദുർബലമാകാൻ അനുവദിക്കാതെ ജാഗ്രതയുള്ളവരാകാം.